ഞങ്ങളോട് ചാവക്കാട് കൊറോണ സമയം മകനാണല്ലേ? അതെന്റെ മൂത്ത മകനാണ്. 4 പേരുണ്ട്. അതിൽ 3 ആണും 1 പെണ്ണും. പിന്നെ കൊറോണ സമയത്ത് പുള്ളി സ്വന്തമായിട്ട് ഇങ്ങനെ എഴുതി തുടങ്ങിയതാണ്. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് അൽഹംദുലില്ലാ. വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ സ്വന്തമായിട്ട് തന്നെ എഴുതിയില്ലേ? അങ്ങനെ അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെ 30 ദിവസം ഇപ്പോൾ അവന് 24 വയസ്സായി. തുടങ്ങുമ്പോൾ 2 വർഷം കൊണ്ടാണ് അവൻ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ അറബിക്കായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല, ഒരു ബന്ധമല്ല. അപ്പോൾ പഠിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്താ പ്രയാസമുള്ള കുട്ടിക്ക്? ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ഡിസേബിലിറ്റിയാണ് മെയിനായിട്ട്. ലേണിംഗ് ഡിസേബിലിറ്റി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ സ്വന്തമായിട്ട് എഴുതി. പിന്നെ കാലിഗ്രാഫിയിലാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ കാലിഗ്രാഫിയിൽ എഴുതി ശ്രദ്ധ നേടിയ ഒരു ചെറുപ്പക്കാരൻ അൽ-അമീൻ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കഴിവ് തിരിച്ചറിയുന്നു, അത് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നു. കോട്ടക്കൽ ബൂണിനിൽ വെച്ച് വെർച്വൽ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, പറ്റുമെങ്കിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. പഠിച്ചവൻ ഓരോരുത്തർക്കും ഓരോ സ്കില്ല് അല്ലെങ്കിൽ കഴിവ് തന്നിട്ടുണ്ട്. നമ്മൾ ഒന്നും പറ്റൂല കഴിയൂല എന്നൊക്കെ ചിലപ്പോൾ ചില ആളുകൾ ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇത്തരം ആളുകൾ ഒരുപാട് നമുക്ക് ഇടയിലുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അൽഹംദുലില്ലാ. ഇപ്പോൾ സ്വന്തമായിട്ട് പുള്ളി കേരള കോളേജിൽ BA എക്കണോമിക്സ് പഠിക്കുന്നത്. സ്വന്തമായിട്ട് മറ്റേ 1 ഇയർ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയർ ഡിപ്ലോമ എടുത്ത് ലൈസൻസ് ഉണ്ട്. അപ്പോൾ ഞാനെന്താ പറയുക, നമ്മളെ മക്കളൊരിക്കലും സൈഡായിട്ട് വെക്കരുത്. ഇതൊരു മോട്ടിവേഷനാണ് എല്ലാവർക്കും വേണ്ടി. ഞാൻ ഇവിടെ അത് ആളുകളെ പ്രദർശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ല. എന്താ വെച്ചാൽ നമ്മളെ മക്കളൊരിക്കലും സൈഡായിട്ട് പോകരുത്. നമുക്കൊരുപാട് കഴിവുകളുണ്ട്. ആ കഴിവ് എല്ലാവരിലും എത്തണം. ആരൊറ്റ കഴിവിന് വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ ഇത്ര ബുദ്ധിമുട്ട്. ഓക്കെ, ഏതായാലും ഇദ്ദേഹത്തിൻ്റെ കഴിവിന് വലിയ അംഗീകാരങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്താ പറയാനുള്ളത്, എന്ത് തോന്നുന്നു? ഒന്നല്ല, നല്ലത് ഈ കൊറോണ ടൈമിൽ എനിക്ക് ഖുർആൻ തന്നത് എൻ്റെ കൂട്ടുകാർ തന്നതാണ്. ഈ അറബി ഭാഷ അങ്ങനെ തന്നു. അപ്പോൾ കുറച്ച് മുമ്പാണ് ഈ ഖുർആൻ ഇവിടെ എത്തിയത്, കുറച്ച് ഒരു കൊറോണ മുമ്പ്. അപ്പോൾ ഞാൻ ഫുള്ള് എഴുതി മറ്റേ എന്താ പറയുക സുഹൃത്ത് എത്തി. അപ്പോൾ അവിടെയാണ് എഴുതിയത്. അപ്പോൾ പേരെന്തായിരുന്നു പറഞ്ഞത്? പേര് അൽ-അമീൻ. അൽ-അമീൻ. എത്ര കാലമായി ഇത് എഴുതിയിട്ട്? ഇതൊരു കുറച്ച് വർഷമായി മുമ്പ്. എങ്ങനെ എഴുതാനുള്ള പ്രചോദനം? ഈ കൈ എന്ന് വെച്ചാൽ ഖുർആൻ എഴുതി കൈയാണിത്, ഈ വലത്തെ കൈ. ഓക്കെ, പറഞ്ഞോളൂ. ആ കൈ ഖുർആൻ എഴുതി കഴിഞ്ഞ മുമ്പ് ഞാൻ ഈ കോവിഡ്-19 മുമ്പ് ഒരു അലിഫ് ഭാഷ മാത്രം എഴുതിയിരുന്നായിരുന്നു. അപ്പൊ കുറച്ച് വർഷം മുമ്പ് ഞാനൊരു ഖുർആൻ എഴുതി. 2 വർഷമായിരുന്നു ഈ ഖുർആൻ എഴുതി. ഈ ഖുർആന് കുറെ മറ്റേ സുഹൃത്ത് എത്തി, മറ്റേ തോഹ എത്തിയിട്ടുണ്ട്. എല്ലാ സുഹൃത്ത് കുറെ എഴുതിയ കാരണം മുമ്പ് ഈ ഖുർആൻ എഴുതിയത് കുറെ എത്തി. അപ്പോൾ ഫുള്ള് മുഴുവനാക്കിയതാണ്. 1 വർഷം എടുത്തതായിരുന്നു. അപ്പോൾ കുറേ എടുത്തു. 1 വർഷം മുമ്പ് ഞാൻ എടുത്തതാണ്. ഒരു പരിഗതി എത്തി, അവിടെ എത്തി. പിന്നെ കുറച്ച് മുമ്പാണ് ഞാൻ ഈ സുഹൃത്ത് അവിടെ എത്തിയത്. പിന്നെ വേറെ ഒന്നുമില്ല. സന്തോഷം. സന്തോഷമായി.